ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാങ്ങ അടയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മാങ്ങ അട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാങ്ങ സീസണിൽ നമ്മൾ ഒരുപാട് മാങ്ങ വെച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ തയ്യാറാക്കി നോക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സീസൺ കഴിയുന്നതിന് മുമ്പേ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ഈ മാങ്ങ കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മുടെ മാങ്ങയുടെ മധുരത്തിനും പുളിപ്പിനും അനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ മാങ്ങ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം. ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഈ നെയ്യിൽ തേങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റോളം തേങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയാണ്. മാങ്ങ കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാങ്ങ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരേക്കും ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. ഞാൻ 1 സ്പൂൺ അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര മാങ്ങയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ 1 സ്പൂൺ റവ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. റവയൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി നന്നായിട്ടൊന്ന് വെന്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ മാങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് വരുന്നവരേക്കും ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം മാങ്ങ നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് റവ നല്ലതുപോലെ ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരേക്കും നമ്മൾ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം. പാനിൽ നിന്നൊക്കെ ഈ ഒരു മാങ്ങയൊന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവം വരേക്കും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് പിന്നെ ഇത് തണുത്ത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടിക്കോളും. ഇനി നമ്മുടെ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഞാൻ ഈ വെള്ളം തിളപ്പിച്ചപ്പോൾ തന്നെ വെള്ളത്തിൽ 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്തിട്ടാണ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ വെള്ളത്തിൽ നെയ്യ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ മാവിൽ കൂടെ 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. ഇപ്പം ഞാൻ കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്തിട്ട് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കും. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കിട്ടിക്കോളും. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഈ മാവ് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് മാവ് നല്ലതുപോലെ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ അടയൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് ഉരുളയാക്കി എടുക്കാം. ഇനി നമ്മൾ ഉരുളയാക്കി എടുത്തിട്ടുള്ള ഈ മാവ് വാഴയിലയിൽ വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല തിന്നായിട്ടൊന്ന് പരത്തി എടുക്കാം. നമ്മൾ കയ്യിൽ ഒരല്പം നെയ്യൊക്കെ ഒന്ന് പുരട്ടിയതിന് ശേഷം ഒന്ന് പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിപ്പോവാതെ നല്ല ഈസി ആയിട്ട് തന്നെ പരത്തി എടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പം അത്യാവശ്യം നല്ല തിന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് നമുക്ക് ഈ ഒരു മാവിൻ്റെ ഒരു സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ എത്ര സൈസിലാണോ പരത്തിയെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് മാംഗോ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മറ്റേ സൈഡിലോട്ടൊന്ന് മടക്കി കൊടുക്കാം. നമുക്ക് ഒന്നുകിൽ ഈ ഒരു വാഴയില വെച്ചിട്ട് തന്നെ അങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇലയിൽ നിന്ന് മാറ്റി തനിയെയും എടുത്ത് വേവിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇലയില്ലാതെയാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സൈഡൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചേർത്തൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇലയിൽ നിന്ന് മാറ്റി നമ്മൾ ഏത് പ്ലേറ്റിലാണോ വേവിക്കാനായിട്ട് വെക്കുന്നത് ആ പ്ലേറ്റിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ഒന്ന് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്.
വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അടയെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റോളം ഒന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം ഞാനൊരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങ അടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഈ ഒരു സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാങ്ങ അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രാവശ്യമെങ്കിലും മാങ്ങ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അട തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.